ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിനാണെന്നുണ്ടെങ്കിൽ കള്ളത്തരമൊക്കെ പറഞ്ഞു സുമിത്രയെ അവിടെ നിന്ന് പറഞ്ഞു വിടുക. സുമിത്ര ഒന്നും മിണ്ടാതെ പോകുന്നു. അങ്ങനെ സുമിത്ര പോയി കഴിഞ്ഞപ്പോഴാണ് സച്ചിൻ ഒന്ന് സമാധാനമായത്. സച്ചിൻ ഓടി വന്ന് വാതിലങ്ങ് അടച്ചു. എന്നിട്ട് ഓടി കത്തിച്ച് അകത്തേക്ക് കയറി പോവുക. അപ്പൊ സുമിത്രയ്ക്ക് മനസ്സിലായി അവൻ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. ശീതളും സ്വരമോളും ഇവിടെ തന്നെയുണ്ട്. അവൻ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കിയതാണ്. ഇനി നിർബന്ധിച്ച് വാതിൽ തുറക്കാൻ പറഞ്ഞാൽ അവൻ വയലന്റ് ആകും. അവൻ മിക്കവാറും അവരെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് ഉറപ്പാ. അവരെ രക്ഷിക്കാൻ എന്തെങ്കിലും ഇപ്പോൾ ഉടനെ തന്നെ ചെയ്തേ പറ്റൂ എന്ന് സുമിത്ര ഇങ്ങനെ മനസ്സുകൊണ്ട് അവന്റെ മുറ്റത്ത് നിന്ന് തന്നെ ചിന്തിക്കുന്നു. എന്നിട്ട് സുമിത്ര ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോരുവാട്ടോ. അപ്പോൾ പിന്നെ സുമിത്ര ഇങ്ങ് പോന്നു എന്നുള്ള ഒരു ഇതായി കഴിഞ്ഞിട്ട് പോന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവൻ പതുക്കെ വന്ന് വാതിൽ തുറന്നു നോക്കി. വാതിൽ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ സുമിത്ര അവിടെ ഇല്ല. അപ്പൊ തന്നെ ഇവന് സന്തോഷമായി. നമ്മുടെ സച്ചിൻ വളരെ സന്തോഷവാനായിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക. താൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് സുമിത്ര പോയി എന്ന് മനസ്സിലാക്കി. പിന്നെ സുമിത്ര ഇങ്ങനെ റോഡിലൂടെ നടന്നു വരുവാട്ടോ. അപ്പോഴും സുമിത്ര എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചാണ് നടന്നു വരുന്നത്. അങ്ങനെ നടന്നു വരുന്ന സുമിത്ര ഇങ്ങനെ പകുതി വഴി എത്തിയപ്പോൾ നിന്നു. എന്നിട്ട് പലതും ഇങ്ങനെ ആലോചിച്ച് അവന്റെ മുഖത്ത് തെളിഞ്ഞ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് അവരവിടെ തന്നെ ഉണ്ട്. അവൻ മനഃപൂർവ്വം എന്നെ അകത്ത് കയറ്റാതിരുന്നതാണെന്നൊക്കെ സുമിത്ര ഇങ്ങനെ സ്വയം അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? ശീതളിനെയും സ്വരമോളെയും അവൻ പൂട്ടിയിട്ടതായിരിക്കോ എന്നൊക്കെ സുമിത്ര എന്ന് ചിന്തിക്കുക. അവിടെ ഇനി എന്തെങ്കിലും വഴക്കുണ്ടായി കാണുമോ? ഈശ്വര, ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. ഞാനിനി എന്ത് ചെയ്യും? പോലീസിൽ അറിയിച്ചാലോ? പോലീസിൽ അറിയിച്ച വേറെ എന്തെങ്കിലും പ്രശ്നമാവുമോ? വേണ്ട, ആദ്യം പൂജയെ വിളിച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര ഇങ്ങനെ ഫോൺ എടുത്ത് പൂജയെ വിളിക്കുന്നു. അപ്പൊ പൂജ ഇങ്ങനെ ഓഫീസിൽ ഇരിക്കുകയാണ്. അപ്പൊ കോൾ ചെയ്യുന്നു. അപ്പൊ എന്താ അമ്മയെന്ന് ചോദിച്ചപ്പം, മോളെ ദേ ശീതളിനെയും സ്വരമോളെയും ദേ വീട്ടിൽ പൂട്ടിയിട്ടെന്നോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? ആര് പൂട്ടിയിട്ടെന്ന്? അതോ മോളെ, പൂട്ടിയിട്ടിരിക്കുക സച്ചിൻ എന്നും പറഞ്ഞു സുമിത്ര ഉള്ള കാര്യങ്ങളെല്ലാം പൂജയോട് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പൂജയും ആകെയൊന്നും വല്ലാതെ ആയിട്ടോ. എങ്ങനെയെങ്കിലും അവരെ രണ്ടുപേരെയും രക്ഷിച്ചേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ അവിടെ തന്നെ നിൽക്കെ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു പൂജ. ശരിയെന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ അനന്യ കാണിക്കുന്നത്. അനന്യ ആണെങ്കിൽ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുക ഫോണിൽ. എന്ത് ചെയ്തിട്ടും കിട്ടണില്ല. കാരണം അവനവിടെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണല്ലോ ശീതളിന്റെ ഫോൺ. അപ്പോഴേക്കും അനിരുദ്ധ അങ്ങോട്ടേക്ക് വന്നു. അനന്യ, നീ വെറുതെ ഇങ്ങനെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യരുത്. അമ്മയൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അനിരുദ്ധ്, നിങ്ങൾ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. എനിക്കൊരു നിമിഷം പോലും ക്ഷമിക്കാൻ പറ്റില്ല. ശീതൾ എൻ്റെ കുട്ടിയും കൊണ്ട് എങ്ങോട്ട് പോയതാണ്? ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ അവൾ ഫോൺ എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ, നീ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്ന എന്തിനാ? മോളെ കൊണ്ടുപോയത് ശീതളാണെന്ന് അനിരുദ്ധ് പറഞ്ഞപ്പോൾ അത് തന്നെ എൻ്റെ പേടിയൊന്നും. ഈ വീട്ടിൽ നിന്ന് അവളെ കൊണ്ടുപോയിട്ട് എത്ര സമയമായി? എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റി കാണുമെന്ന് എൻ്റെ പേടി എന്നൊക്കെ അനന്യ ഇങ്ങനെ അവിടെ നിന്ന് പറയാം. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ ഒട്ടും സമയമില്ല. ഞാൻ പോലീസിൽ വിവരം അറിയിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ സരസ്വതി അമ്മ ഞെട്ടി. അയ്യോ എൻ്റെ ഈശ്വര എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ, പോലീസിൽ അറിയിക്കാനൊക്കെ വരട്ടെ അമ്മ ദേ കുഞ്ഞിനെ കാണാനും അല്ലെങ്കിൽ ശീതളിനെ വിളിക്കാനുമായിട്ടല്ലേ പോയിരിക്കുന്നത്. ഞാൻ അമ്മയൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അനിരുദ്ധ് ഫോൺ എടുത്ത് സുമിത്രയെ വിളിക്കാൻ ശ്രമിക്കുന്നു. ആ സമയം അവിടെയും കിട്ടുന്നില്ല. അപ്പോഴേക്കും അനന്യ വീണ്ടും വയലന്റ് ആയി. സരസ്വതി അമ്മയാണ് ഇതെല്ലാം സച്ചിന് വിളിച്ച് പറഞ്ഞു കൊടുത്തത്, ഇവർ പുറത്തു പോയ കാര്യമൊക്കെ. അപ്പൊ പിന്നെ സരസ്വതിയെ പൊക്കോ എന്നുള്ള പേടിയാണ് സരസ്വതിക്ക്. ഈ സമയത്ത് അനിരുദ്ധാണെങ്കിൽ വിളിക്കുന്നു. അപ്പോൾ എന്തിനാ വെറുതെ ഇങ്ങനെ ഫോൺ വിളിച്ച സമയം കളയുന്നേ? നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് അനന്യ അനിരുദ്ധിനോട് പറയുന്നു. ഒരു കാര്യം ഞാൻ എന്തായാലും പറഞ്ഞേക്കാം, എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഈ വീട്ടിൽ ഒരാളും സമാധാനത്തോട് ജീവിക്കില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിനേക്കാളും വലുതല്ല മറ്റൊന്നും എന്നൊക്കെ പറഞ്ഞപ്പം, സ്വരമോള് നിന്റെ മാത്രം കുഞ്ഞല്ല, നിന്നെപ്പോലെ ഉത്തരവാദിത്വം എനിക്കും ഉണ്ടെന്ന് പറഞ്ഞു. ഉത്തരവാദിത്വം കൂടുതലായതുകൊണ്ടാണല്ലോ മോളെ കാണാതെ ഇത്ര നേരമായിട്ടും നിങ്ങളത് ഇത്രയും നിസ്സാരമായി കാണുന്നത്. ഞാനതിനെ നിസ്സാരമായ കാണുന്നതെന്ന് നിന്നോടാരാ പറഞ്ഞത്? നിനക്കുള്ളതിനേക്കാൾ ടെൻഷൻ എന്തായാലും എൻ്റെ മനസ്സിലിപ്പോൾ ഉണ്ടെന്ന് അനിരുദ്ധ് എന്തായാലും പറഞ്ഞു. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന നേരത്ത് പക്വതയും വിവേകവും കൈവിട്ട് പ്രവർത്തിക്കാനൊന്നും പാടില്ല എന്നും പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പക്വതയും വിവേകവും കാണിച്ചിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ് അനന്യ. എനിക്ക് സംസാരിച്ച് നിൽക്കാൻ തീരെ സമയമില്ല, എനിക്ക് പോണം. എൻ്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കണം. വരുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ, ഞാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞുകൊണ്ട് അനന്യ പോകാനായിട്ട് ഇറങ്ങുന്നു. സരസ്വതി അമ്മ, ഇതാകെ കുഴഞ്ഞല്ലോ. ഇവള് പോലീസ് സ്റ്റേഷനിൽ എങ്ങാനും പോയി കേസ് കൊടുത്താൽ ആകെ പ്രശ്നമാകുമല്ലോ. ഈശ്വരൻ, ഞാൻ പെടുവല്ലോ. ശീതൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. സച്ചിനെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് സച്ചിനെ വിളിക്കാനായിട്ട് ഓടുവാണ്. അവിടെ ചെന്ന് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവൻ എടുക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സരസ്വതി അമ്മയുടെ കോള് സച്ചിൻ കണ്ടു. അപ്പൊ സരസ്വതി അമ്മ എന്ന് കണ്ടപ്പോഴേക്കും കട്ട് ചെയ്ത് വിട്ടു. അപ്പൊ ഇവൻ എന്തിനാ ഫോൺ കട്ട് ചെയ്ത് വിട്ടത്? ദൈവമേ, മൊത്തം കുഴഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, അത്രയ്ക്കായോ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നു.
അവൻ ഫോൺ എടുക്കുന്നില്ല. ഈ സമയത്ത് നമ്മുടെ അനന്യയും അനിരുദ്ധും കൂടി പോലീസ് സ്റ്റേഷനിലോട്ട് ചെന്നു. ഇവിടെ ആകെ 3-4 പോലീസുകാരേ ഉള്ളൂ. ഇവിടെയുള്ളവരൊക്കെ ഓരോരോ കേസുകളുടെ പിന്നാലെയാണെന്നും പറഞ്ഞ് ഈ പോലീസുകാരനോട് പരാതി പറഞ്ഞ് ഇവരോട് ഇയാൾ വളരെ ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണമെന്നൊക്കെ അയാൾ പറയുന്നത്. ആദ്യം CI സാർ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ആലോചിക്കാം എന്നൊക്കെ. അപ്പൊ CI സാർ എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പം അതൊന്നും പറയാൻ പറ്റത്തില്ല, സാറ് കോടതിയിൽ ഒരു കേസിന്റെ ആവശ്യത്തിന് പോയിരിക്കാം, വന്നെന്ന് പറയാമെന്നൊക്കെ ഇയാൾ പറയുന്നത്. അപ്പോഴേക്കും അനന്യ, സർ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, കാണാതായത് എന്റെ മോളെയാണെന്നും പറഞ്ഞുകൊണ്ട് അനന്യ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു. ആ കുട്ടി പോയത് നിങ്ങളുടെ ഭർത്താവിന്റെ അനിയത്തിയുടെ കൂടിയാ, അല്ലാതെ സ്ട്രേഞ്ചേഴ്സിന്റെ ആരുടെയും കൂടി അല്ലല്ലോ, പിന്നെന്താ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരനും ഇവരെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞു വിടുക. അപ്പൊ രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്ന വേറെയും പരാതിക്കാരുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ എന്തിനാ സർ പോലീസ് സ്റ്റേഷനും നിങ്ങളെപ്പോലെ കുറെ ഉദ്യോഗസ്ഥരും എന്നൊക്കെ അനന്യ ഇങ്ങനെ സാറിനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. പരാതിയുമായിട്ട് വരുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നൊക്കെ അനന്യ ചോദിച്ചു. കംപ്ലൈന്റ് എടുത്ത് പരിഹാരം കാണുന്നതിന് പകരം ഞങ്ങളുടെ മേലെ കുതിര കയറുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ പോലീസുകാരൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും അനന്യയോട് അനന്യ ഇത് മിണ്ടാതിരിക്കാൻ പറഞ്ഞു അനിരുദ്ധ്. അപ്പൊ ഇത് നിങ്ങളുടെ ഭാര്യ തന്നെയല്ലേ എന്ന് ചോദിച്ചു പോലീസുകാർ. അപ്പൊ അതേന്ന് പറഞ്ഞപ്പം ഇവർക്ക് എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്നാണ് പോലീസുകാരൻ പറഞ്ഞത്. ആ കുട്ടി പോയത് നിങ്ങളുടെ സഹോദരിയുടെ കൂടെ അല്ലേ എന്ന് ചോദിച്ചപ്പം അത് സാറിന് അനിരുദ്ധ് പറഞ്ഞു. പിന്നെ എന്തിനാ ഈ സ്ത്രീ ഇങ്ങനെ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്, നിങ്ങൾക്ക് ഇവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൂടെ എന്നൊക്കെ ചോദിച്ചു. ചിലപ്പോ അവരുടെ ഫോൺ ബാറ്ററി തീർന്നു വല്ല ഓഫായി പോയതാണെങ്കിലോ, അവരിങ്ങ് തിരിച്ചു വന്നോളും, അതിന് നിങ്ങൾ ഇങ്ങനെ കിടന്ന് വെപ്രാളം കൂട്ടേണ്ട കാര്യമില്ല, നിങ്ങളും നിങ്ങളുടെ സഹോദരിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ പരാതി തരാൻ വന്നപ്പോൾ നിങ്ങൾ മറ്റു കാര്യങ്ങളാണോ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചു. നിങ്ങളുടെ മുകളിലും ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് പറഞ്ഞപ്പം എന്നാ പിന്നെ മേഡം അവരോട് പോയി പരാതി പറയാൻ പറഞ്ഞു ഈ പോലീസുകാരൻ അനന്യയോട്. തൽക്കാലം ഇവിടെ മറ്റു പരാതികളുണ്ട്, അതൊക്കെ തീർത്തതിന് ശേഷം മാത്രമേ ഇത് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്നും പറഞ്ഞ് എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അനന്യ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുക. അപ്പൊ അനന്യ ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്ന താൻ വന്നേന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുക അനന്യെ അനിരുദ്ധ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുമിത്ര ഇങ്ങനെ സച്ചിന്റെ വീട്ടുമുറ്റത്ത് തന്നെ ഇരിക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് പൂജയും അതുപോലെ തന്നെ പങ്കജും കൂടി വന്നു. അപ്പോൾ പങ്കജിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സുമിത്ര ഇങ്ങനെ വല്ലാത്തൊരു ഇതിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കാര്യങ്ങളൊക്കെ പൂജ എന്നോട് പറഞ്ഞെന്ന് പങ്കജ് പറയുവാണേ, ഇതിനൊരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, എത്രയും വേഗം പോലീസിനെ വിവരം അറിയിക്കണം എന്നുള്ളത്. അപ്പോഴേക്കും അത് വേണോ എന്ന് സുമിത്ര ചോദിച്ചു കേട്ടോ. പോലീസിൽ പരാതി കൊടുത്താലേ അത് അവർ തമ്മിലുള്ള ബന്ധത്തിന് പ്രശ്നമാവില്ലേ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സുമിത്ര ചോദിക്കും കേട്ടോ. അപ്പൊ ആന്റി അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ, ഇപ്പൊ നമുക്ക് അവരെ രക്ഷിക്കല്ലേ വേണ്ടത്, സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഇപ്പൊ നമ്മുടെ ആവശ്യം അവിടുന്ന് സ്വരമോളെയും ശീതളിനെയും എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര ഒന്നും മിണ്ടാതെ നിൽക്കുക. നമ്മൾ നേരെ അങ്ങോട്ട് ചെന്നാൽ അത് കൂടുതൽ പ്രശ്നമാവത്തേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ വേണ്ടുന്ന പോലെ കാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പങ്കജ് ഇങ്ങനെ പറയുമ്പോൾ, അമ്മേ പങ്കജ് പറഞ്ഞത് തന്നെ അമ്മേ ശരി, നമ്മൾ മാത്രം ചെന്നാലേ ചിലപ്പോൾ കൂടുതൽ അത് അപകടകരമായി മാറും, സ്വരമോളെയും ശീതൾ ചേച്ചിയെയും അയാൾ എന്തെങ്കിലും ചെയ്തെന്നും വരും അമ്മേ, അതുകൊണ്ട് പോലീസ് കൂടെ ഉണ്ടാകുന്നത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞു. അങ്ങനെ ഇവര് പറയുന്ന അനുസരിച്ച് പങ്കജ് പോലീസിനെ വിളിക്കുന്നു. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പങ്കജ് വിളിക്കുന്നു. ശരി, ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ സച്ചിനെ കാണിക്കുന്നത്. സച്ചിൻ ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. സച്ചിന്റെ ഫോണിലേക്ക് വീണ്ടും കോള് വന്നുകൊണ്ടേയിരിക്കുന്നു. സച്ചിൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഫോൺ എടുത്തു സച്ചിൻ, നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചിങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് ചോദിച്ചു സരസ്വതി അമ്മയോട്. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ, അവരെവിടെ ഉണ്ടെന്ന് പറഞ്ഞു തന്ന ഞാനല്ലേടാ, എന്നിട്ട് നീ എന്റെ ഫോൺ കട്ട് ചെയ്യുന്നോടാന്ന് ചോദിച്ചപ്പം, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ആവശ്യമില്ലാണ്ട് എന്നെ കയറി ഭരിക്കാൻ വന്നാണ്ടല്ലോ ഒരു സ്വഭാവം മാറുമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിലേ പിന്നെ പോലീസുകാരങ്ങ് വരും എന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. നിന്റെ സ്വഭാവമേ നീ അവരോട് കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഞെട്ടി സച്ചിൻ. അപ്പൊ അതിന് വേണ്ടത് മരുന്ന് എന്താണെന്ന് വെച്ചാൽ അവരങ്ങ് തരുമെന്ന് പറഞ്ഞു. പോലീസുകാരോ, അവരെന്തിനാ ഇങ്ങോട്ട് വരുന്നേ, അത് പറയാനല്ലേ ഞാൻ ഇത്രയും നേരം നിന്നെ വിളിച്ചുകൊണ്ടിരുന്നതെന്ന് സരസ്വതി അമ്മ. എന്നിട്ട് നീ ഇതുവരെ ഫോൺ എടുത്തോടാ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഇത്. ഇപ്പൊ എടുത്തിട്ട് എന്റെ നേരെ ഭയങ്കരമായിട്ട് ചാടിക്കടിക്കാൻ വരുന്നോടാ, ഇത്തരം സ്വഭാവമൊന്നും എന്റെ നേരെ നീ എടുത്തേക്കരുത്, ഞാൻ പറഞ്ഞേക്കാമെന്നൊക്കെ പറഞ്ഞപ്പം അധികം വിസ്തരിക്കാതെ കാര്യം പറയാൻ പറഞ്ഞു. ശീതളും സ്വരമോളും എവിടെയാണെന്ന് ചോദിച്ചു. നീ ശീതളിനെ ഒന്ന് വിളിക്ക, കാര്യം ഞാൻ അവളോട് പറഞ്ഞോളാം. അപ്പോൾ സച്ചിൻ ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നോക്കുക. കാര്യം എന്താണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അവളോട് പറഞ്ഞോളാം. ശീതളും സ്വരമോളും എവിടെയാണെന്ന് ഞാൻ ചോദിച്ചത്. ശീതളും സ്വരമോളും ഇവിടെ ഉണ്ട്, എത്രയും പെട്ടെന്ന് നീ അവരെ ഇങ്ങോട്ട് വിട്ടേക്കണമെന്ന് സരസ്വതിയമ്മ പറയുമ്പം
അത് ഞാൻ തീരുമാനിച്ചോളാമെന്ന് പറഞ്ഞു സച്ചിൻ. ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിലേ പിന്നെ നീ തീരുമാനിക്കേണ്ടി വരില്ല, പോലീസുകാർ തീരുമാനിച്ചോളും എന്നുള്ള കാര്യം സരസ്വതി അമ്മ പറഞ്ഞു. ദേ അനന്യയും അനിരുദ്ധും കൂടി സ്വരമോളെ കാണാനില്ല എന്ന് പരാതിപ്പെടാൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ട്. പോലീസ് അവരെ അന്വേഷിച്ച് അവിടെ എത്തുന്നതിന് മുൻപ് മര്യാദയ്ക്ക് അവരെ നീ ഇങ്ങോട്ട് പറഞ്ഞു വിടാനായിട്ട് സരസ്വതി അമ്മ പറയാം. നിനക്കെന്താടാ മിണ്ടാട്ടം മുട്ടി പോയോ എന്നാ നേരം ചോദിച്ചു സരസ്വതി അമ്മ. ഇവനൊന്നും മിണ്ടുന്നില്ല. നീ എന്തൊന്നും പറയാത്തെ, നീ ശീതലിനെ വിളിക്കും, ഞാൻ അവളോട് കാര്യം പറഞ്ഞോളാന്ന് പറഞ്ഞപ്പോ വേണ്ട ഞാൻ പറഞ്ഞോളാവെന്ന് പറഞ്ഞു. സച്ചിൻ പറഞ്ഞു, ദേ ഇനി ഇതിന്റെ പേരിൽ ഇനി ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ ഇങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അവൻ എന്നോടാ കളി എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ കാണിക്കാൻ നമ്മുടെ അനന്യയും അനിരുദ്ധും കൂടി ഇങ്ങനെ വണ്ടിയിൽ പോരുമ്പം ദേ ഞാൻ പോലീസുകാരോട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറയില്ലായിരുന്നു, അതിനു മുമ്പ് നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചു വലിച്ച് പുറത്താക്കിയേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നു. എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ അതിന് സമാധാനം പറയിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ നിനക്ക് അറിയാഞ്ഞിട്ടാണെന്ന് അനിരുദ്ധ് പറഞ്ഞു. നമ്മൾ പറയുന്നത് പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ എന്തിനാ ഇവിടെ കുറെ പോലീസുകാരും പോലീസ് സ്റ്റേഷനും ഒക്കെ, പൊതുജനത്തിന്റെ സംരക്ഷണം പോലീസുകാരുടെ ഉത്തരവാദിത്തം അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ നീ നേരിട്ട് കണ്ടതല്ലേ അന്യ, വലിയ MP യോ MLA ഒക്കെ വിളിച്ച് പറഞ്ഞാൽ അവന്മാരും എല്ലാം ഒക്കെ കാര്യങ്ങൾ നടത്തി തരുള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ കുഞ്ഞിനെ കാണാതായിരിക്കുന്നത് നമുക്ക് ഇല്ല പോയിരിക്കുന്നത് അവർക്കല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്യ ഭയങ്കര ഇതിൽ ഇങ്ങനെ സംസാരിക്കാം. അങ്ങനെ ഇവർ രണ്ടുപേരുണ്ടോ അതും പറഞ്ഞിങ്ങനെ പോരുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് സുമിത്രയെയും അതുപോലെ പൂജയും ഒക്കെയാണ്. അപ്പൊ ഇവരിങ്ങനെ പോരുന്ന സമയത്ത് അനിരുദ്ധ് വീണ്ടും സുമിത്രയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക അനന്യ പറഞ്ഞിട്ട്. അങ്ങനെ വിളിച്ചു. അപ്പൊ മോനിപ്പോ എവിടെയാ എന്ന് ചോദിച്ചപ്പം ഞാനും അനന്യയും കൂടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയിട്ട് വരുന്ന വഴിയാണെന്നുള്ള കാര്യം പറഞ്ഞു അനിരുദ്ധ്. അപ്പൊ മോൻ ഒരു കാര്യം ചെയ്യ, അനന്യയെ കൂട്ടി നേരെ വീട്ടിലേക്ക് പൊയ്ക്കോളാനായിട്ട് പറഞ്ഞു. സ്വരമോളെയും ശീതളിനെയും കൂട്ടി ഞാൻ ഉടനെ എത്തിക്കോളാം നമ്മുടെ സുമിത്ര. ശീതളും സ്വരമോളും ഇപ്പൊ എവിടെയാ അമ്മയെന്ന് ചോദിച്ചപ്പം അതൊക്കെ എല്ലാം ഞാൻ വന്നിട്ട് പറയാം, മോൻ അനന്യയും കൂട്ടി വേഗം വീട്ടിലോട്ട് പൊയ്ക്കോളാനായിട്ട് പറഞ്ഞു. സുമിത്ര ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ ഈ വിവരം അനിരുദ്ധ് സുമിത്രയോടും പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല, അമ്മ അവരെയും കൂട്ടി വേഗം വീട്ടിലോട്ട് വരും, നമ്മളോട് വീട്ടിലോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞെന്ന്. അപ്പൊ അവരെവിടെയാണെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഉടനെ എത്താന്നാ പറഞ്ഞത്. നിങ്ങളുടെ അമ്മ എന്തൊക്കെ ഈ കാണിക്കുന്നേ എന്ന് അനന്യ ചോദിക്കുന്നു. അവരെവിടെയാണെന്ന് പറയുന്നതിന് പകരം മനുഷ്യൻ ഇങ്ങനെ ടെൻഷൻ അടിപ്പിച്ച് കൊല്ലുന്നത് എന്തിനാ എന്നൊക്കെ അനന്യ ചോദിച്ചു. അപ്പൊ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു അനിരുദ്ധ്. അവർക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ അങ്ങനെയാ പറഞ്ഞത് എന്നുള്ള കാര്യം അനിരുദ്ധ് പറഞ്ഞു. നമുക്ക് പോകാം, അവരുടനെ എത്തുമെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നു ഇവർ വീട്ടിലോട്ട്. ഈ സമയത്ത് സ്വരമോളും അതുപോലെ ശീതള റൂമിൽ തന്നെ ഇരിക്കാം. അപ്പൊ ആന്റി അങ്കിള് നമ്മളെ ഇതുവരെ കണ്ടുപിടിച്ചില്ല, നമ്മൾ ജയിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് സ്വരമോൾ പാവം ഇങ്ങനെ ചിരിയും കളിയുക. അപ്പൊ മോളെ ഇപ്പൊ തന്നെ നേരം വൈകി, അധികം നേരം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശീതള് പറയുന്നു. എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്ന് പോണം എന്നൊക്കെ ഇങ്ങനെ ശീതള് പറയുക. അല്ലെങ്കിൽ മോളുടെ മമ്മിയും അച്ഛമ്മയും ഒക്കെ വിഷമിക്കില്ലേ, അപ്പൊ കളി തീരട്ടെ എന്നിട്ട് പോവാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കൊച്ചു പറയുന്നു. അപ്പോഴത്തേക്കും ഈ സച്ചിനകത്തേക്ക് കയറി വന്ന് ഡോറ് തുറന്നിട്ട് പുറത്തേക്കൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഇങ്ങനെ നോക്കുവാട്ടോ. എന്തായാലും ഒരു വല്ലാത്ത പണി തന്നെയാണ് സുമിത്ര കൊടുത്തത്. സുമിത്ര തന്നെയല്ല സരസ്വതിയമ്മയൊക്കെ. അപ്പൊ ശീതൾ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു ഓടി വന്ന് ശീതളിനോട് സച്ചിൻ. സ്വരമോളെ കാണാതെ അവിടെയുള്ളവർ വിഷമിക്കില്ലേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്വരമോളെ കൊണ്ടുവിട്ടിട്ട് വരാം, ശീതൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് പറ്റില്ല, എനിക്ക് പോയേ പറ്റുമെന്ന് ശീതൾ പറഞ്ഞു. പ്ലീസ് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാനായിട്ട് പറയുവാണ് സച്ചിൻ. എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യ, അതുകൊണ്ടല്ലേ ഈ പറയുന്നത്. സ്വരമോൾക്ക് ഒരു കുഴപ്പവും കൂടാതെ ഞാൻ കൊണ്ടുപോയി ആക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് എടി എന്നെ ഒന്ന് നീ വിശ്വസിക്കാനൊക്കെ പറയണു. അപ്പൊ ശീതളും ഇങ്ങനെ ആകെ പെട്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.